അപ്പോൾ നമുക്ക് നോക്കാം. വന്നിട്ട് എന്തെങ്കിലും പരാതി എവിടെയെങ്കിലും പരാതിയോ അല്ലെങ്കിൽ പെശകോ ഉണ്ടെങ്കിൽ അതൊക്കെ തിരുത്തി വരും കേട്ടോ. അതിൽ വേദാറുണ്ട വേഗം വരും. ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനായിരുന്ന പ്രേംകുമാർ ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞ അദ്ദേഹത്തിന് മാന്യമായ ഒരു യാത്രയപ്പ് പോലും നൽകിയില്ല, വലിയ വേദനയുണ്ട് എന്നൊക്കെയാണ്. ആയിക്കോട്ടെ, അങ്ങനെ ആരെല്ലാമായി ചർച്ച എങ്ങനെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരേ രീതിയാണ്, ഒരു വ്യത്യാസമില്ല. ആരും പ്രേംകുമാറായാലും സച്ചിദാനന്ദനായാലും ഒക്കെ. അതായത് ഞങ്ങളെ വിമർശിക്കുന്നത് കേൾക്കാനേ നിങ്ങൾക്ക് വിഷമാകും. ഞങ്ങൾക്ക് അതിൽ യാതൊരു വിഷമമില്ല. പോരെ, നിങ്ങൾക്ക് എന്തിനാ ഇത്ര അസഹിഷ്ണുത? എനിക്കത് മനസ്സിലാവാതെ. ഞങ്ങൾ വിമർശിക്കുന്നു, സച്ചിദാനന്ദൻ ഞങ്ങൾ വിമർശിക്കുന്നു, ഇനിയിപ്പോൾ പ്രേംകുമാർ ഞങ്ങൾ വിമർശിക്കുന്നു. അപ്പം സാഹിത്യകാരന്മാർ, കലാകാരന്മാർ, സിനിമക്കാരും ഒക്കെ ഇല്ലേ, അവരൊക്കെ വിമർശിക്കുന്നത് ഞങ്ങൾ അതിൻ്റെ എല്ലാം ഉള്ളടക്കം കൃത്യമായിട്ട് പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിച്ച് പോകാൻ നല്ല വിമർശനം ഉൾക്കൊള്ളാൻ ശേഷിയുള്ള ഒരു പ്രസ്ഥാനവും പാർട്ടിയൊക്കെയാണ് ഞങ്ങൾ എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോ. അത്രയേ ഉള്ളൂ. ഇനി അതിൻ്റെ ഭാഗമായിട്ട് പിന്നെ ചോദ്യങ്ങളും ഒന്നും ചോദിച്ചിട്ട് ഒരു കാര്യമില്ല. ഞാൻ പറഞ്ഞത് കൃത്യമാണ്. അതായത് സച്ചിദാനന്ദന് വിമർശനമുണ്ട്. സച്ചിദാനന്ദന് വിമർശിക്കാൻ പാടില്ല എന്ന് നമ്മൾ പറയേണ്ട കാര്യമുണ്ടോ? സച്ചിദാനന്ദ സ്വതന്ത്രനായ ഒരു വ്യക്തിയാണ്, അദ്ദേഹം വിമർശനമുണ്ട്. പക്ഷേ എല്ലാ കാലത്തും ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്ന ഒരാളാണ് അദ്ദേഹം. അതുപോലെ തന്നെ പ്രേംകുമാറും അതുപോലെ തന്നെയാണ്. പക്ഷേ അവർക്കെല്ലാം ഒരുപാട് കാര്യങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ പോലെ ദൈനംദിന രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടുള്ള വിമർശനം, സ്വയം വിമർശനം ഇതൊന്നും കേട്ട് വളരുന്നവരല്ല അവരാരും. അവരൊക്കെ സ്വതന്ത്ര ചിന്തയോടുകൂടി പ്രവർത്തിക്കുന്ന കലാകാരന്മാരും സാഹിത്യകാരന്മാരുമാണ്. അവർക്ക് ഓരോന്നും കാണുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പ്രതികരണം ഉണ്ടാവും. ആ പ്രതികരണത്തോട് ഞങ്ങൾ എടുക്കുന്ന നിലപാട് കൃത്യമായ ആരോഗ്യകരമായ നിലപാടാണ്. അതാ ഞാൻ പറഞ്ഞതിന് ഉത്തരവുണ്ടായി. എല്ലാം അതിലുണ്ട്. അത് ഈ വി ഡി സതീശൻ്റെ ജാതിനെ പറ്റി ഞാൻ പറഞ്ഞു. നുണജാതിയാണ്, നുണജാത. അതെന്തെങ്കിലും പറയാതെ ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു. ഇത് ഒറ്റ ഒരുത്തം കൊടുത്തില്ലല്ലോ ഇതുവരെ പത്രത്തിൽ. മനോരമക്കാരനും മാതൃഭൂമിക്കാരനൊന്നും കൊടുത്തില്ലല്ലോ. നുണജാതിയാണ്. ഒരു പ്രതിലോമകാരപരമായ ഒരു നിലപാട് സ്വീകരിക്കുന്ന ഒരു ജാതിയാണ് വി ഡി സതീശൻ്റെ ജാഥ. അല്ലാണ്ട് അദ്ദേഹം ഗവൺമെൻറ്റിനെ പറ്റിയോ ഗവൺമെൻറ്റിൻ്റെ നിലപാടിനെ പറ്റിയോ ഒന്നും പറഞ്ഞിട്ടുണ്ട് ഇതുവരെ.